എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊരു ഡൈ ഇട്ടിരുന്നല്ലോ. ഒന്ന് കരിഞ്ജീരകം, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കടുക് കൊണ്ട് ഇങ്ങനെ കുറേ ഡൈകൾ ഞാൻ ഇട്ടിരുന്നല്ലേ. അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പോകുമ്പം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഡൈകൾ. അപ്പോൾ അതിന് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും കരിഞ്ജീരകവും കറിവേപ്പിലയും കടുകും ഉപയോഗിച്ചുള്ള ഡൈക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്നേരം തന്നെ പൊടിച്ച് നന്നായിട്ട് കറപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയും ചാലിച്ച് നമ്മുടെ തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുടിയിൽ കറുത്തിരിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് പിടിച്ചിരിക്കുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് പുറത്തോട്ട് പോകാം. നമുക്ക് അത് ഷാംപൂ വാഷ് ചെയ്യാതെ പോകത്തില്ലെന്നുള്ളതാണ് കാര്യം. അത് നമുക്ക് വെറുതെ പ്ലെയിൻ വാഷ് ചെയ്ത് നമ്മുടെ മുടിയിൽ നിന്ന് പെട്ടെന്ന് പോകത്തില്ല. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് നരയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിങ്ങനെ തേച്ചുകൊണ്ട് പോകാം. അപ്പോൾ കരിഞ്ജീരകം ചിലവർക്ക് എന്താ പറയുക, തലയിൽ പിടിക്കുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. ചിലർക്ക് കരിഞ്ജീരകം പിടിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. നിസാര സാധനം, നമ്മുടെ വീട്ടിലെ വെറുതെ വലിച്ചെറിയുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുടി കട്ട കറുപ്പാക്കാമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ പറ. അപ്പോൾ എന്നോട് വാട്സപ്പിലൊക്കെ ചോദിക്കുന്ന ആൾക്കാരെന്ന് എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഈ വെളുത്ത മുടി നരയൊന്നും മറയ്ക്കാനായിട്ട്? ഡൈ തേച്ച് അലർജി, മൊത്തം അലർജിയാണ്, ഒരു രക്ഷയുമില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർക്കെല്ലാം ഒരുപാട് ഉപകാരമായ ഒരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ കൂട്ടും പറഞ്ഞിരുന്നു. ചിലവർ പറയും എനിക്ക് കരിഞ്ജീരകം പറ്റത്തില്ല, മൈലാഞ്ചിപ്പൊടി പറ്റത്തില്ല, ഹെന്ന പൗഡർ പറ്റത്തില്ല, നീല അമരിപ്പൊടി പറ്റത്തില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും അലർജി ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഡൈ വലിയ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയുള്ള പൊടിക്കൈകൾ. നമ്മൾ വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നിൽക്കാമല്ലോ. പുറത്തോട്ടൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു നര കാണുന്ന ബുദ്ധിമുട്ട് നമുക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് വെളുത്ത മുടി കറുപ്പിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, ഒരു വിഷയവും ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് ഫ്രണ്ടിൽ, ഇപ്പോൾ കൂടുതലും പേർക്ക് ഈ ഫ്രണ്ട് നിരയാണല്ലോ വരുന്നത്, അപ്പോൾ നെറ്റിയുടെ ഭാഗത്ത്. അങ്ങനെയുള്ളവർക്ക് സിമ്പിളായിട്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യുക, പ്ലെയിൻ വാഷ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. ഷാമ്പു വാഷ് ചെയ്താൽ മാത്രമേ ഇത് നിങ്ങളുടെ തലമുടിയിൽ നിന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇതിലും കൂടുതൽ എനിക്ക് എന്താ പറഞ്ഞു തരാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡൈ അലർജി മൂലം വിഷമിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമല്ലേ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് ഈ ഒരു വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ലൈക്ക് തരാൻ ഒരിക്കലും മറന്നു പോകരുത്. നല്ല മനസ്സോടുകൂടി ഒരു ലൈക്ക് തരാൻ മറക്കല്ലേട്ടെ. സബ്സ്ക്രൈബും തരാനും മറക്കല്ലേ പുതിയ ആൾക്കാർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്ന നോക്കിയാലോ? 2 തരത്തിൽ ഞാൻ തയ്യാറാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ നോക്കിയാലോ, വാ. അപ്പോൾ ഈ ഒരു ഡൈ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കരിഞ്ജീരകവും കറിവേപ്പിലയും കടുകും ഒക്കെ വെച്ച് പല രീതിയിൽ ഞാൻ ഹെയർ ഡൈ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പം കരിഞ്ജീരകമൊക്കെ ചിലർക്ക് തലയിൽ തേച്ചാൽ അലർജിയാന്നൊക്കെ പറയുന്നുണ്ട്, നീരിറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റിയൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ ഡൈ കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല രീതിയിൽ ഇതുപോലെ തേച്ച് കഴിഞ്ഞാൽ മുടിയിൽ പിടിച്ചിരിക്കും. ഇത് നമ്മൾ പ്ലെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകത്തില്ല, അത് ഓർക്കുക. നല്ല രീതിയിൽ മുടി കറുത്തും ഇരിക്കും കേട്ടോ. വെളുത്ത മുടി കറുപ്പിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ്. അതിലേക്ക് ഇത് കണ്ടോ, നമ്മുടെ ഉള്ളിത്തൊലിയാണ്, സവോളത്തൊലിയില്ലേ, സവോളയുടെ തൊലി. ഉള്ളിത്തൊലിയാണെങ്കിലും കുഴപ്പമില്ല, സവോളയുടെ തൊലിയാണെങ്കിലും കുഴപ്പമില്ല, രണ്ടിൽ ഏതൊരു എടുക്കാം. അപ്പോൾ ഇത് സവോളയുടെ തൊലിയാണ്. ഇത് നമ്മൾ വെറുതെ സവോളയൊക്കെ പൊളിച്ചിട്ട് തൊലിയൊക്കെ കളയാറില്ലേ. അപ്പോൾ കട്ടിയുള്ള ഭാഗം ഒരിക്കലും എടുക്കരുത്. വെറുതെ ആ പാളി മാത്രം, പുറം പാളിയുള്ള തൊലി മാത്രമേ നമുക്ക് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് എടുക്കാം. എത്രയും കൂടുതൽ എടുത്താലും വളരെ കുറച്ചേ പൊടി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ കൂടുതൽ എടുക്കണമെന്നുള്ളവരെ കൂടുതൽ സവോളയുടെ തൊലി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി തൊലി ഇതുപോലെ കട്ടി കുറഞ്ഞ ഭാഗങ്ങൾ എടുക്കുക, കട്ടി കൂടിയ ഭാഗം എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ എനിക്കിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് വെളുത്ത മുടി ഇല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡൈ തയ്യാറാക്കി കാണിക്കുന്നത്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്.
സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡൈക്ക്, അതായത് കെമിക്കൽ ഡൈക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ചീനച്ചട്ടിയിൽ നമ്മൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് നന്നായിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്കാണ് നമ്മൾ ഈ ഉള്ളിത്തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പതുക്കെ പതുക്കെ ചൂടാക്കി കറപ്പിച്ച് നല്ല കരിച്ച് തന്നെ എടുക്കണം കേട്ടോ. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇതുപോലെ തിരിയൊക്കെ കത്തിച്ചിട്ട് എന്താ പറയുക ഡൈ ഉണ്ടാക്കി എടുക്കുമല്ലോ, അതിൻ്റെ ഓരോരോ വേറൊരു മെത്തേഡുകളാണ് ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തീ കൂട്ടി വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കറുത്ത് കിട്ടും. പക്ഷെ അങ്ങനെ കറുത്തിട്ട് കാര്യമില്ല. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിം വെച്ചിട്ട് തന്നെ ഇതുപോലെ കരിച്ച് നല്ല രീതിയിൽ കരിച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ കരിച്ചെടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് അത് നിറച്ച് ഉള്ളിയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കണേ. നല്ല രീതിയിൽ ഫൈൻ പൗഡറാക്കി തന്നെ എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നല്ല രീതിയിൽ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു കറുത്ത കളറാണല്ലോ. ഇപ്പോൾ ഈ ഒരു കളർ തന്നെ നമ്മുടെ മുടിക്ക് കിട്ടും. കട്ട കറുപ്പെന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ നമ്മൾക്ക് മുടിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ രണ്ട് രീതിയിലാണ് കാണിക്കുന്നത്. ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെന്നാപ്പായ്ക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തേക്കാനുള്ള രീതിയാണ് കാണിക്കുന്നത്. ഒന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് മുടിയിൽ പുറത്തോട്ടൊക്കെ പോകാൻ നേരത്തൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ മുടിയിൽ അതുപോലെ തന്നെ നമുക്ക് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ ഒരു പൊടിച്ച ആ ഒരു ഉള്ളിത്തൊലി സവോളത്തൊലി ഇതിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല രീതിയിലുള്ള കട്ട കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാനുള്ള, ഒരുപാട് കോരി ഒഴിച്ച് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലെടുക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ല രീതിയിൽ കറുപ്പ് കിട്ടുന്നത്, നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ നമ്മുടെ തലയിൽ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാനിപ്പം കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിനകത്തേക്ക് നമുക്കിപ്പോൾ ചേർക്കാൻ പോകുന്നത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കാപ്പൊടി എല്ലാവർക്കും അറിയാം, മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നെല്ലിക്കാപ്പൊടി നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള നെല്ലിക്കാപ്പൊടി തന്നെ വാങ്ങിച്ചു വെക്കുക. അതിൽ നിന്ന് ഒരു നെല്ലിക്കാപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഹെന്ന പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കുക. അപ്പോൾ ഇത് നാച്ചുറൽ ഹെന്നയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല വെളുത്ത മുടിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കളർ ഹെന്ന ഇതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുക. നാച്ചുറൽ ഹെന്ന അല്ല, കളറുള്ള ഹെന്ന യൂസ് ചെയ്യണം, എന്നാലേ വെളുത്ത മുടിക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഹെന്ന പൗഡർ നമ്മൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നീലയമരിയുടെ പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഒത്തിരി മുടിയൊക്കെ വെളുത്തവരുണ്ടെങ്കിൽ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പം വളരെ കുറച്ച് ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് എടുക്കുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പം നീലയമരിപ്പൊടി 2 ടീസ്പൂൺ എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് ആ കറുത്ത പൗഡറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയും വേണ്ടത് കട്ടിൻ ചായ, നല്ല കടുപ്പത്തിൽ ആക്കിയിട്ടുള്ള കട്ടൻ ചായയാണ് എടുത്തേക്കുന്നത്. നല്ല കടുപ്പത്തിൽ തേയിലപ്പൊടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. നല്ല കട്ട കറുപ്പായിട്ട് എടുത്തിട്ടുള്ള കട്ടിൻ ചായയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മിശ്രിതം നമ്മൾ തലയിൽ തേച്ച് കഴിഞ്ഞാലായിട്ട് നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിക്കും. നമുക്കൊരു ഒത്തിരി കട്ട കറുപ്പല്ലെങ്കിലും ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമുക്ക് കിട്ടും, കരിങ്കറുപ്പ് കിട്ടും. പക്ഷേ ഇത് നമ്മൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുടി കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം ഇടുമ്പോഴത്തേനും ആദ്യമായിട്ടൊക്കെ ചെയ്തവരാണെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അവർക്ക് കിട്ടും. അതിനുശേഷം വീണ്ടും നിങ്ങൾ 2-3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിൽ മുടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ ഒരു 1 മണിക്കൂറോടെ നമ്മുടെ തലയിൽ വെക്കണം. കാരണം നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നിങ്ങളുടെ വെളുത്ത മുടിക്കാരാണെങ്കിൽ നിങ്ങളിതിൽ കളർ ഹെന്ന തന്നെ യൂസ് ചെയ്യുക. ഇൻഡിഗോ പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ആ ഒരു കൂട്ട് കറക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് ഇതിൽ തലയിലോട്ട് ഇടണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. ആദ്യം ഇടുമ്പോൾ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ ഇൻഡിഗോ പൗഡർ ഒന്നും ഇട്ട് കൊടുത്താൽ നല്ലൊരു കറുപ്പ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് എടുത്ത മിശ്രിതമാണ് ഈ തലയിൽ തേക്കുന്നത്. ഞാൻ കുറച്ച് ഭാഗത്ത് മാത്രം തേച്ച് കാണിക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം തലയിൽ ഇതുപോലെ തേച്ച് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പിടിച്ചിരിക്കും. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പം തന്നെ ഈ ഒരു മിശ്രിതം, ആദ്യത്തെ ആ വെളിച്ചെണ്ണ ചേർത്തുള്ള
മിശ്രിതം നമ്മൾ തലയിൽ തേച്ച് കഴിയുമ്പോൾ ആ ഡൈ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ വെളുത്ത മുടി ഇതുപോലെ നല്ലതായിട്ട് കറുപ്പായിട്ടിരിക്കും, നല്ല ഷൈനിങ് വരും കേട്ടോ. നല്ലപോലെ കോമ്പ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വേണേൽ വെളിയിൽ പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ കോമ്പ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു രണ്ടാമത്തെ ഇത് നമ്മൾ മിക്സ് ചെയ്തത് നമ്മൾ ഇതുപോലെ തന്നെ പാർട്ടീഷൻ എടുത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ തേച്ച് കാണിക്കുന്നില്ല. പാർട്ടീഷൻ എടുത്തിട്ട് ഇതുപോലെ മൊത്തം തേച്ച് പിടിപ്പിച്ച് നരയുള്ള ഭാഗത്തെല്ലാം നമ്മൾ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ മുടിയിൽ പിടിക്കും. അപ്പം നല്ല രീതിയിൽ ഇതുപോലെ മുടി നല്ല സോഫ്റ്റ് ആവുകയും നല്ല ഡാർക്ക് കളറാവുകയും ഒക്കെ ചെയ്യും. അപ്പം മുടിക്കും നല്ലതാണ് കേട്ടോ. ഇത് നമ്മുടെ നെല്ലിക്കാപ്പൊടി മൈലഞ്ചിപ്പൊടി എല്ലാം നമ്മുടെ മുടിക്കുന്ന ഒരു പായ്ക്കാട്ടൻ എന്ന രീതിയിൽ ഇട്ട് പോകാനും ഒത്തിരി നല്ലതാണ്. അപ്പോൾ വെറുതെ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് നമ്മൾ വെറുതെ നമ്മുടെ തലമുടി കളയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പും നല്ല മുടി പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയും അതുപോലെ തന്നെ ഹെയർ ഫോൾസും ഡാൻഡ്രഫും ഒക്കെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നതിലിട്ടിട്ട് നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി നിങ്ങൾക്ക് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മുടി കറുപ്പിച്ചുകൊണ്ട് പോകാം. രണ്ടാമത് ചെയ്തിട്ട് ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്താലും മുടിക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ഫസ്റ്റ് ടൈമിൽ കിട്ടും. അത് കഴിഞ്ഞ് പിന്നീട് ചെയ്യുമ്പം നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് ഉണങ്ങി കിട്ടും. എന്നിട്ട് നിങ്ങൾ കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് തടവി നോക്കിക്കോ, നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല. അതുപോലെ തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് തലത്തുണി തട്ട വിടുന്നവർക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ഇനി അപ്പം നിങ്ങൾക്ക് പറ്റുമെന്നൊരു ഇത് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാഷ് ചെയ്യുക, പ്ലെയിൻ വാഷ് ചെയ്യുക. ഒരിക്കലും ഒരു ഷാമ്പുവോ സോപ്പോ ഇട്ട് നിങ്ങൾ വാഷ് ചെയ്യരുത്. വെറുതെ പ്ലെയിൻ വാഷ് ചെയ്യുക. ചെയ്തതിന് ശേഷം കോമ്പ് ചെയ്തുകൊണ്ട് പോകും, ആ തലമുടി പിടിച്ചിരുന്നോളും. അപ്പോൾ നമ്മൾ ഷാമ്പു ചെയ്യുന്ന ദിവസമേ ഇത് പോകത്തുള്ളൂ. അതും വരെ ഇത് മുടിയിൽ 2-3 ദിവസം നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിലും നിസാരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാവുന്നതേ ഉള്ളൂ. ഒരു അലർജിയും കാര്യങ്ങളും ഇല്ല. വെറുതെ കെമിക്കൽ മേടിച്ചിട്ട് തലയിലോട്ടൊക്കെ പൊത്തുന്നതിലും ഭേദമല്ല ഈ ഒരു സിമ്പിൾ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, സന്തോഷമായിട്ട്. റിസൾട്ട് കിട്ടിയെങ്കിൽ കിട്ടട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളവർ കെമിക്കൽ ഡൈ, അപ്പോൾ കെമിക്കൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, റിബോണ്ടിങ്, കളറിങ് ഇങ്ങനെ ചെയ്ത് പറഞ്ഞ മുടിയിലൊന്നും പിടിക്കത്തില്ല. ഈ ഒരു നാച്ചുറൽ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു സംഭവങ്ങളൊക്കെ പിടിക്കത്തുള്ളൂ. അല്ലാത്തവർക്കെല്ലാം നന്നായിട്ട് പിടിക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. നമ്മുടെ വീട്ടിൽ വെറുതെ വലിച്ചെറിയുന്ന ഉള്ളിത്തൊലി, സവോളത്തൊലി, വെളുത്തുള്ളിയുടെ തൊലി ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് നിന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. അപ്പോൾ അത് നന്നായിട്ട് കരിച്ചെടുക്കണം. ആദ്യമേ തീ കൂട്ടി വെച്ച് കരിക്കില്ലേ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് ചൂടാക്കി നല്ല രീതിയിൽ കരിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് തലയിൽ തേക്കാവുള്ളൂ. അപ്പോൾ കറക്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തു പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ രണ്ടാമതിട്ട കാണിച്ച പായ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ മുടി കറക്കും. കട്ട കറുപ്പായില്ലെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് രണ്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. രണ്ടും നല്ല റിസൾട്ടുള്ള ഹെയർ ഡൈ ആണ്. അപ്പം ഇനി ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.